നമസ്കാരം. സലീൽ ബിൻ ഖാസിമാണ്. യശശരീരനായ മർഹൂം പാണ്ടിക്കാട് കുഞ്ഞാന്റെയും ദിവംഗതനായ മർഹൂം ഹനീഫ പാണ്ടിക്കാടിന്റെയും കുൽസിത പ്രവർത്തനങ്ങൾ കൊണ്ട് പോരിശയാക്കപ്പെട്ട പാണ്ടിക്കാട് ദേശം ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ഏറെ മുന്നിലാണെന്ന് തെളിയിക്കപ്പെടുന്നതാണ് അടുത്തിടെ വരുന്ന വീഡിയോ പുറത്തുവിട്ടത് മറ്റാരുമല്ല, മർഹൂം ഹനീഫ പാണ്ടിക്കാടാണ്. ഹനീഫ പാണ്ടിക്കാട് ശാസ്ത്രലോകത്തിന് വേണ്ടി തന്റെ സ്വന്തം കുട്ടികളെ ദാനം ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെ ഒരു പരീക്ഷണ നിരീക്ഷണ വീഡിയോ, ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടു കഴിയുമ്പോൾ അറിയാം എത്രത്തോളം ഇവര് പുരോഗമന പാതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് എക്സ്പെരിമെന്റോ എന്ത് തേങ്ങ ആയിക്കോട്ടെ, കുട്ടികളെ കണ്ടുപിടുത്തങ്ങളാണ്. നോക്കുക, ഈ സാധനം മേലോട്ട് പോകുന്ന പറഞ്ഞിട്ട് അതിന്റെ ടെക്നിക്കലി എന്താണെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരു പേപ്പറാണ്, വേറെ ഒന്നും ഇല്ലട്ടെ. നമ്മളെ കാണിക്കോ, എവിടെയൊക്കെ കത്തിച്ചോ കേൾക്കണം, എവിടെയൊക്കെ നല്ലോണം കത്തിച്ചോ, മൊത്തം തിരിച്ചു കൊടുക്കാട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഐഡിയ ആണ്. ഇത് കണ്ടോട്ടെ, അതായത് പൊന്തി എന്ന് പറയാം. എന്തായാലും നോക്കാം നമുക്ക് എന്താ ഐഡിയ എന്നുള്ളത്. ഒന്നായിട്ട് പൊന്തുന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ഐഡിയ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സംഭവം അതാ പൊന്തിട്ട് പൊന്തി അടക്കളി ഇതാ പൊന്തില്ല കണ്ടോളി വേണ്ട, കൈയടിച്ച് പാസ്സാക്കി. അതാണ് ഐഡിയ. ആ കമ്പിന്റെ മുകളിൽ കയറിയാട്ടോ വീണ്ടും താഴത്തേക്ക് തന്നെ ചാടി അൽ മാറാപ്പ് പോലെ പൊക്കണം. അതാ പൊന്തണേ, സാധനം പോയി അതാ പോണ്. ഇതെന്താന്നുള്ളത് നിങ്ങൾ പറയാം. ഇതെന്താ അറിയാം, ഏതായാലും കുട്ടികളെ കണ്ടുപിടുത്താണ്. വല്ലാത്ത ജാതി. കാക്ക വിചാരിക്കുന്നത് കാക്കന്റെ തുകലാണ് വിചാരിച്ചിട്ട് കാക്കയെ ചുറ്റുറപ്പായിന് കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി. പരീക്ഷണം നടത്തിയിട്ടുള്ള കുട്ടികളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കുട്ടികളെ പ്രായത്തിൽ നമ്മൾ ഇവരെക്കാട്ടിലും വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ചെയ്യേണ്ട ഈ ഒരു പ്രായത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒരു പരീക്ഷണത്തിന് കമന്ററി കൊടുത്തിട്ടുള്ള ഹനീഫ പാണ്ടിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഉളുപ്പുണ്ട് ചെങ്ങയ്യാർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടികൾ ഇത് നടത്തുന്ന സമയത്ത്, ഈ കടലാസ് കത്തിച്ച് മുകളിലേക്ക് വിടുന്ന സമയത്ത് നേരെ മുകളിലുള്ളത് KCBന്റെ ഇലക്ട്രിക് ലൈനാണ് പോകുന്നത്. അതിനപ്പുറത്ത് ഒരു മാവുണ്ട്, അതിനപ്പുറത്ത് ഉണങ്ങിയ ഓലുണ്ട്, അതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് ഇമാതിരി ഊളത്തരം കാണിക്കരുത്. കാരണം ഇത് കൃത്യമായിട്ട് ഒരു മുകളിൽ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പരിശീലനമാണ് കുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ടത്. ആ കുട്ടികൾ അത്ര പോലും ഒരു ബോധമില്ലാത്ത മൂളമില്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാരെ എന്താ ഇപ്പോൾ കാട്ടുന്നുള്ള ഞാൻ ചോദിക്കുന്നത്. ചില മാതാപിതാക്കളുണ്ട്, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കുറ്റം പറയുന്നത്. അതേ സമയത്ത് ഈ ഹനീഫ പാണ്ടിക്കാടിനെ പോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് അവർ ചുള്ളലെടുത്ത് ഓടിക്കണേക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം ഇതുപോലെയാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പാണ്ടിക്കാട് ദേശം തന്നെ അധികം വൈകാതെ ഇല്ലാതായി പോകുന്നുള്ള എനിക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു KCBന്റെ ആൾക്കാരും മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പാണ്ടിക്കാടുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കുക. കാരണം ഏത് നിമിഷം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ് നിങ്ങൾ നാട്ടിലുള്ളത്. ഓരോന്ന് കണ്ണുമേൽ വെച്ച് കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.